AM കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു വാഴക്കൂമ്പ് തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇന്നലെ തറവാട്ട് പോയപ്പോഴേ ഒരു വാഴക്കൂമ്പ് കിട്ടിയതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു കൂമ്പ് മതി. അപ്പോൾ ഞാൻ കൂമ്പെല്ലാം വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തു. ഇതുപോലെ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ നൂലൊക്കെ ഒന്ന് മാറ്റണം. ഞങ്ങളിവിടെ നൂല് ചുറ്റുക എന്ന് പറയും. അപ്പോൾ അതിനു വേണ്ടി ഞാനിപ്പോൾ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മിയെടുക്കണം. നമ്മളിങ്ങനെ നന്നായി തിരുമ്മി വരുമ്പോൾ അതിൻ്റെ ആ നൂലെല്ലാം വേറെ വേറെ ആയി നമ്മളെ കൈമേലൊക്കെ ഇങ്ങനെ പറ്റി വരും. അപ്പോൾ നമുക്കത് ഒഴിവാക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മുള ഉണ്ടല്ലോ, മുളേൻ്റെ ആ ഇല്ലിക്കമ്പ് എടുത്തിട്ട് മുള്ളുള്ള ഭാഗം എടുത്തിട്ട് വെള്ളത്തിൽ നമ്മളെ കൂമ്പരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്താൽ അതുപോലെ ആ നൂലൊക്കെ കിട്ടും. ഇപ്പോൾ അതാ ഞാനിതിൻ്റെ മാറ്റി വെച്ചിട്ടുള്ള നൂലാണിത്. ഇതിങ്ങനെ നന്നായി തിരുമ്മിയെടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാണിത്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി തിരുമ്മിയെടുക്കുക, അതല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി എടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: കാന്താരി മുളകാണ്, അത് പച്ചമുളകായാലും മതി, നാളികേരം ചിരകിയത്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇത്രയും മതി. ഇനിയിപ്പോൾ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ കൂമ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഉണക്കമുളകൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ പിന്നെ അതൊന്നും ചേർത്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ എല്ലാം പൊട്ടി വന്നതിന് ശേഷം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള കൂമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നമ്മൾ വേവിക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ഇതിൽ വെള്ളമൊന്നും ഇല്ലാത്തതാണല്ലോ, അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ആ ഒരു സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ വെള്ളത്തിലിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ അത്ര പെട്ടെന്ന് അടിയിൽ പിടിക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അടപ്പൊക്കെ മാറ്റി നോക്കുമ്പോൾ അത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നാളികേരം ചിരകിയതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഇത് അടച്ച് വെക്കണം. നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും നമ്മൾ വാട്ടിയിട്ടില്ല, അതൊക്കെ നേരിട്ട് തന്നെ ചേർത്തതാണ്. അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒന്നും കൂടെ അടച്ച് വെക്കണതെല്ലാം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം. പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കൂടാതെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും പാത്രമൊക്കെ അടച്ച് വെച്ച് അതൊന്നും കൂടെ ആവിയൊക്കെ വന്നതിന് ശേഷം ഞാൻ തുറന്നു നോക്കി. ഇപ്പോൾ നമ്മുടെ നാളികേരവും ആ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതലൊന്നുമില്ല, നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഹെൽത്തി തോരനാണിത്. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി. നമ്മൾ ഈ തോരൻ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതിലേക്ക് ചെറുപയറും വൻപയറും ഒക്കെ ചേർത്ത് വേവിച്ച് ഇതുപോലെ തോരനാക്കി എടുക്കുക. ഞാൻ ചെറുപയർ ചേർത്തൊരു തോരൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.